ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ന്യൂ ബോൺസ് കുഞ്ഞുങ്ങളെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കണം എന്ന് തോന്നുന്ന അവരിൽ കണ്ടുവരുന്ന ചില സിംറ്റംസ് ആണ്, ചില അടയാളങ്ങൾ. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇങ്ങനത്തെ അടയാളങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കാണിക്കേണ്ട നീനറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. 6 തൊട്ട് 8 മണിക്കൂറിനുള്ളിലും കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കാതിരിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉടനെ തന്നെ നീനറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അസഹനീയമായ വിറയൽ, അതുപോലെ തന്നെ നല്ല രീതിയിലൊരു പനി, ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മേലെ കുഞ്ഞുങ്ങൾക്ക് പനി ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ നിർത്താതെയുള്ള കരച്ചിൽ, കുഞ്ഞുങ്ങൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, നമ്മൾ എന്ത് ചെയ്തിട്ടും കരച്ചിൽ മാറുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങൾ വേഗത്തിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങൾ വളരെ ശക്തിയോടുകൂടി ഛർദിക്കുകയാണെങ്കിൽ അത് മഞ്ഞയോ പച്ചയോ ആയിട്ടുള്ള നിറമാണ് ആ ഛർദിലിന് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ഡോക്ടറിനെ കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. 3-4 മണിക്കൂറായിട്ടും കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരിക്കുക. നമ്മൾ ഫീഡിങ് പ്രോപ്പർ ആക്കണം അല്ലെ. ഒരു 3-4 hours ഒക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിക്കണം. കുഞ്ഞുങ്ങൾ ചോദിച്ച് പാല് കുടിക്കണം എന്നൊക്കെ, അരഞ്ഞ് പാല് കുടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കുടിക്കാതിരുന്നാലും നമ്മള് ഒരു കൺസേൺ തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചുണ്ടിലോ നാവിലോ ശരീരഭാഗത്തിലോ എവിടെയെങ്കിലും നീല നിറങ്ങൾ കാണുക അല്ലെ, നീലിച്ചു കാണുക, നീല നിറം മാറ്റമായിട്ട് നമ്മൾ കണ്ടുവരുന്നാലും അതൊരു കൺസേൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര വിളിച്ചാലും കുഞ്ഞുങ്ങൾ ഉണരാതിരിക്കുക, ഉണരാണ്ട് ഉറങ്ങിപ്പോവുക, അതുപോലെ വളരെയധികമുള്ള ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യം. അപ്പൊ ഈ പറഞ്ഞ ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ പാരന്റ്സ്, അമ്മമാര് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കുഞ്ഞുമക്കൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് നമ്മൾ പോകാണ്ടിരിക്കുക. ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഹോസ്പിറ്റലിലോ ഡോക്ടറിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ ഒരു എക്സാമിൻ ചെയ്യുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. തനിയെ ഉള്ള ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകരുത് എന്നുള്ളത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ. വീണ്ടും അടുത്ത ഒരു പ്രയോജനപ്രദമായ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.